20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കൂ. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. പോരൂർ ആയനിക്കോട് യുവാക്കളെ സംഘം ചേർന്ന് മാരകായുധങ്ങളുമായി മർദ്ദിച്ചതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രി 9:30-ഓടെയാണ് സംഭവം. ആയനിക്കോട്ടെ ടർഫിൽ കളി കാണാനെത്തിയ യുവാക്കൾക്കാണ് ക്രൂരമായി മർദ്ദനമേറ്റത്. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് മദ്യലഹരിയിലെത്തിയ അക്രമി സംഘം യുവാക്കളെ ആക്രമിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. അതിന്റെ സത്യാവസ്ഥ എന്താ വെച്ചാൽ ഇപ്പൊ ഞങ്ങൾ എന്നും ഇവിടെ കളി കാണാൻ വരലുണ്ട് ടർഫില്. അപ്പൊ ഇന്നലെ ഇതേമാതിരി വന്നിരുന്നപ്പോ അവിടെ ടർഫില് നമ്മളെ ഇവിടുത്തെ ചെറിയ ചെക്കന്മാരുണ്ട്. ഓലൊരു വിഷയം കണ്ടു, ഉന്തും തള്ളണൊക്കെ കണ്ട്. അപ്പൊ അത് പോയി ഇടപെട്ടപ്പോ ഒരു 50ഓളം യുവാക്കള് ഇതിനായിട്ട് ഒരുങ്ങിയിട്ട് മദ്യലഹരിയിൽ വന്നുകൊണ്ട് ഇതിന്റെ കാരണം എന്താന്ന് കൂടി ചോദിച്ചിട്ട് പറയാതെ ഇവിടുത്തെ നമ്മളെ കുട്ടികളെ മർദ്ദിക്കാനും അതിൽ അത്യാവശ്യം നല്ല പരിക്കുണ്ട്. അതെ, ഇവര് മരക്കഷ്ണം, പിന്നെ ചാവി, അതായത് ഇരുമ്പിന്റെ വടിയുണ്ട് ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഓരോ സാധനങ്ങളായിട്ടാണ് ഓല് വന്നിരിക്കുന്നത്. അതെ, ബീറും കുപ്പിയെ കാണുന്നുണ്ട്. കാരണം നമ്മൾ ഇന്നലെ ആ കുട്ടികളായിട്ട് അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയിക്കണ്. നമ്മളവിടെ നോക്കാൻ നിന്നിട്ടില്ല. എന്നാലും ഇവിടുന്ന് കിട്ടിയ വിവരം അനുസരിച്ച് ഓല് ആയുധമായിട്ടാണ് വന്നിക്കണെന്നല്ലാണ് പറഞ്ഞത്. പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ടാലറിയാവുന്നവർക്കെതിരെ നമ്മൾ കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. കേസായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ കരുതുന്നത്. കാരണം നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ജീവിക്കണം. നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് ഈ നാട്ടിൽ കൂടെ ജീവിക്കണ്ടേ. ഓലെ 1-2 പ്രാവശ്യമായി ഓലെ ഇങ്ങനെ വരുന്നേ. ഇതിപ്പോ നിയമം കയ്യിലെടുക്കാൻ നമ്മളും പിന്നെ നമ്മൾക്കൊക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞതല്ല. അപ്പൊ നമ്മളൊക്കെ എന്താ വെച്ചാല് നിയമം കയ്യിലെടുക്കലല്ലോ വേണ്ടത്. അതിന് നമുക്ക് അതിനുള്ള നീതി കിട്ടുമെന്ന് ആദ്യം നോക്കുക. ഇരുമ്പ് വടികളും മറ്റു മാരക ആയുധങ്ങളും ഉപയോഗിച്ചായിരുന്നു മർദ്ദനം. ആക്രമണത്തിൽ നിരവധി യുവാക്കൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾ കുറച്ചാൾ ഇവിടെ ഇരിക്കായിരുന്നു. അപ്പോ രണ്ടാൾ വന്നുകൊണ്ട് സംസാരിച്ച് ഞങ്ങളോട് വെറുതെ കറക്റ്റ് സംസാരിച്ച്. അതില് ഞാൻ പിടിച്ചു വെക്കാൻ പോയതാ. അതില് ഒരു കമ്പിയേറ്റാണ് അടിച്ചത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന വ്യക്തികൾക്കെതിരെ യുവാക്കൾ വണ്ടൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.